ലോകത്തിലെ ഏറ്റവും ധനികരിൽ ഒരാളായിരുന്ന സുലൈമാൻ അർ-റാജിഹി ഇപ്പോൾ ഒരു കോടീശ്വരനല്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമാണ്. ഇപ്പോൾ 95 വയസ്സുള്ള സൗദി ബാങ്കിംഗ് മുതലാളി തൻ്റെ സമ്പത്തിൻ്റെ ഏകദേശം $16 ബില്യൺ ദാനം ചെയ്തുകൊണ്ട് ലോകത്തെ അമ്പരപ്പിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യക്തിഗത ചാരിറ്റബിൾ സംഭാവനകളിൽ ഒന്നായി ഇത് മാറി. അർ-റാജിഹി പണം സംഭാവന ചെയ്യുക മാത്രമല്ല ചെയ്തത്, ലോകത്തിലെ ഏറ്റവും ലാഭകരമായ ഇസ്ലാമിക് ബാങ്കുകളിലൊന്നായ അർ-റാജിഹി ബാങ്കിൻ്റെ ഓഹരികളും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ, കോഴി ഫാമുകൾ എന്നിവയും അതിലേറെയും അദ്ദേഹം നൽകി. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ഭക്ഷ്യ സുരക്ഷ, മതം തുടങ്ങിയ ദീർഘകാല ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ 2/3 ഭാഗവും വഖഫിൽ അഥവാ ഇസ്ലാമിക് എൻഡോൾമെൻറ്റ് അതിൽ നിക്ഷേപിച്ചു. ബാക്കിയുള്ളത് അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്കായി നൽകി. ആരോഗ്യത്തിലും ഇസ്ലാമിക ധനകാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ലാഭേച്ഛയില്ലാത്ത സ്ഥാപനമായ സുലൈമാൻ അർ-റാജിഹി സർവകലാശാല അദ്ദേഹത്തിൻ്റെ നിരവധി സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നു. അദ്ദേഹം ഇപ്പോൾ ഫോർബ്സ് പട്ടികയിൽ ഇല്ല, പക്ഷേ ഇപ്പോൾ കൂടുതൽ അർത്ഥവത്തായ ഒരു പട്ടികയിലാണ്. വ്യക്തിപരമായ സമ്പത്തിനേക്കാൾ മനുഷ്യത്വം തിരഞ്ഞെടുത്ത ആളുകളുടെ അദ്ദേഹത്തിൻ്റെ കാരണം, ഞാൻ നൽകിയതെല്ലാം ഞാൻ ദൈവത്തിനായി നൽകി. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് അദ്ദേഹം തൻ്റെ സമ്പത്ത് കെട്ടിപ്പടുത്തത്. ദാരിദ്ര്യത്തിൽ ജനിച്ചു വീണ അദ്ദേഹം സ്വയം നിർമ്മിച്ച കോടീശ്വരനാകുന്നതിന് മുമ്പ് ഒരു പോർട്ടറായും കൊറിയറായും ജോലി ചെയ്തു. ഇപ്പോൾ അതിൻ്റെ ഓരോ ഭാഗവും തിരികെ നൽകാൻ അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നു. സുലൈമാൻ അർ-റാജിഹിയുടെ കഥ ദാനധർമ്മത്തെക്കുറിച്ച് മാത്രമല്ല, വിജയത്തെ പുനർനിർവചിക്കുന്നതിനെക്കുറിച്ചും അത്യാഗ്രഹത്തിൻ്റെ ചക്രം തകർക്കുന്നതിനെക്കുറിച്ചും മറ്റുള്ളവരെ ഉയർത്താൻ സമ്പത്തൊരു ഉപകരണമായി ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുമാണ്. മിക്ക കോടീശ്വരന്മാരും ഭാഗ്യം തൊട്ടുകൂടാതെ മരിക്കുന്ന ഒരു ലോകത്ത് അദ്ദേഹം വ്യത്യസ്തമായ ഒരു പാത തിരഞ്ഞെടുത്തു. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നൽകുക. ഇതാണ് ഇന്നത്തെ ചിന്തയിലെ മെസ്സേജ്. തീർച്ചയായിട്ടും വളരെ നല്ല ഒരു മെസ്സേജാണ്. സമ്പത്തിനെ വേണ്ടി നെട്ടോട്ടമോടുന്ന, അതിനു വേണ്ടിയിട്ട് കുടുംബങ്ങൾ തമ്മിൽ പിരിയുന്ന, പിതാവിനെ കൊല്ലുന്ന, അല്ലെങ്കിൽ അങ്ങനെ സമ്പത്ത് കെട്ടിപ്പടക്കണം, അതിനെ കെട്ടിപ്പിടിച്ച് മരിച്ചു പോകുമ്പോൾ തൻ്റെ കഫംപുടവിൽ വെച്ച് കൊണ്ടുപോകണം എന്നുള്ള രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകളാണ്. അവിടെയാണ് അവർക്കൊരു മാതൃകയായി താൻ സമ്പാദിച്ചതെല്ലാം പാവങ്ങൾക്ക് വേണ്ടി, അതല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി നൽകുന്ന ഒരു മഹാമനുഷ്യനെയാണ് നമ്മൾ ഇവിടെ പരിചയപ്പെട്ടത് എന്നുള്ളത്. നമുക്കതിൽ കൂടുതൽ പാഠങ്ങളുണ്ട് എന്നുള്ളത്. അല്ലാഹു തആല അത്തരത്തിൽ ചെയ്യാൻ, നമുക്ക് ഉള്ളത് കൊണ്ട് ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ എന്നും ഈ തരുണത്തിൽ എന്ത് ചെയ്യാണ്, പ്രാർത്ഥിക്കുകയാണ്. പലപ്പോഴും ധാരാളം മുതലാളിമാരും സമ്പത്തുള്ള ആളുകളും പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ തൻ്റെ സമ്പത്ത് കൊണ്ട് താൻ മരിച്ചു കഴിഞ്ഞാൽ തനിക്ക് ഉപകാരപ്പെടാതെ പോകുന്നൊരവസ്ഥ ഉണ്ടോ എന്നുള്ളത് ശരിക്ക് ഈ ഒരു മെസ്സേജുമായി ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വാർത്തകളിൽ നമ്മൾ കണ്ടത് മാരന്മാർ, നമ്മുടെ തമിഴ്നാടുമായി ബന്ധപ്പെട്ട് അവരുടെ ഇതിൽ സാമ്പത്തിക പ്രശ്നങ്ങളാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശേഷിയുള്ള 2 സഹോദരന്മാർ, അവർക്കിടയിലുണ്ടായ ഇതറിയാം. പക്ഷേ ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത് മാത്രമാണ് ബാക്കിയാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞ വാക്കുണ്ടല്ലോ, നമ്മൾ നൽകിയതാണ് ബാക്കിയാവുക എന്നുള്ളത്. അവിടേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. റബ്ബ് ഉള്ളത് കൊണ്ട് ധർമ്മം ചെയ്യാൻ തൗഫീക്ക് നൽകട്ടെ എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ കുറേ ആളുകളുണ്ട് കേട്ടോ. അഥവാ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് 4 ആളുകൾക്ക് മുമ്പിൽ, ക്യാമറകൾക്ക് മുമ്പിൽ, മീഡിയക്ക് മുന്നിൽ ആളാവാതെ പാവങ്ങളെ സഹായിക്കുന്ന, ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാതെ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചെയ്യുന്ന ആളുകളുണ്ട്. റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ എന്ന് ഇത്തരുണത്തിൽ പ്രാർത്ഥിക്കുകയാണ്.